السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു നമുക്ക് ഹറമൈനിയിലെത്താനും ഹറമൈനിലുള്ള പ്രധാനപ്പെട്ട അമലുകളൊക്കെ നിർവഹിക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. നാം എല്ലാ നേരത്തും അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നവരാണ്. ദുആ അള്ളാഹു സ്വീകരിക്കുകയും നമ്മോട് ബന്ധപ്പെട്ടവർക്ക് നാം ആർക്കൊക്കെ ഉദ്ദേശിക്കുന്നുവോ അവർക്കൊക്കെ അള്ളാഹു അതിന്റെ തൗഫീക്ക് നൽകുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നമുക്ക് ബനു ഇസ്രായേലിനെ പറ്റിയാണ് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി നമുക്ക് തുടരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. ബനു ഇസ്രായേലിലെ തീഹ് എന്നൊരു സ്ഥലത്ത് അള്ളാഹു പാർപ്പിച്ചിരുന്നു. ആ സ്ഥലത്ത് അവർക്ക് കുറച്ച് നല്ല ദുരിതങ്ങൾ ഉണ്ടായിരുന്നു. ആ ദുരിതത്തിന് തക്കതായ കാരണങ്ങൾ അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു വിമോചനമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വൈദക്കുൽന, നാം പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്, അതൊരു അനുഗ്രഹത്തിന്റെ സന്ദർഭമായിരുന്നു. അത് നിങ്ങൾ സ്മരിക്കേണ്ടതാകുന്നു. പറയുന്നത് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ജൂതന്മാരോടാണെങ്കിലും അവരുടെ പിതാക്കൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ഉദ്ഖുലു ഹാദിഹിൽ ഖറിയത്ത, ഈ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ. ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അള്ളാഹു അവർക്ക് അനുമതി നൽകുകയും അവരോട് അതിനു വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടോ ഫകുലൂ മിൻഹ, ആ ഖറിയയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കൂ. ഹൈസു ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്രമത്തിൽ. റഗദൻ, വിശാലമായ രൂപത്തിൽ. ഇന്ന ഭക്ഷണം ഭക്ഷിക്കുക, അല്ലെങ്കിൽ ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ എന്ന്, ഇത്രയേ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും വിലക്കില്ല എന്നവരോട് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട ചില ആദാബുകളുണ്ട്. വദ്ഖുലുൽ ബാബ, ആ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കവാടത്തിലേക്ക് സുജ്ജദൻ, താഴ്മ ചെയ്യുന്നവരായിട്ടാണ്, അള്ളാഹുവിന് തല കുനിച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. ഒരു കാര്യം. മറ്റൊന്ന്, വഖൂലു, നിങ്ങൾ പറയണം, ഹിത്തത്തുൻ, ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ഈ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വെക്കലാകുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ തലയിൽ നിന്ന് ഈ പാപത്തിന്റെ ഈ വലിയ ഭാരം ഒന്ന് ഇറക്കിത്തരണേ എന്ന ആവശ്യവുമായിട്ടാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് നാം പുറത്തു തരും. ഖതായാക്കും, നിങ്ങളിൽ നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ, ദോഷങ്ങളെയെല്ലാം പുറത്തു തരും പറഞ്ഞു. വസനസീദുൽ മുഹ്സിനീന, ഇതൊക്കെ നല്ല കാര്യങ്ങളാകുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു ഈ കാര്യങ്ങൾ നടത്തി കൊടുക്കുമെന്ന് മാത്രമല്ല, ധാരാളം വർധനവ് നൽകുകയും ചെയ്യും എന്ന് അവരോട് അള്ളാഹു പറഞ്ഞു. ഇത് കേട്ട വിഭാഗം ചെയ്യേണ്ടത് എന്താണോ അതിന്റെ നേരെ എതിരായിരുന്നു അവർ ചെയ്തത്. അതെന്താണത്? فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. فبدل الذين ظلموا, അക്രമികളാണ് ഈ വിഭാഗം. ക്രമരഹിതമായ പ്രവർത്തനങ്ങളെ അവർ ചെയ്യൂ. അവർ മാറ്റം വരുത്തിയ ഖൗലൻ, വാക്കിനെ. ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടിരുന്ന വാക്ക് ഏതായിരുന്നു? വളരെ ചെറിയൊരു വാക്കാണ്. ഹിത്തത്തുൻ എന്ന് പറയണമെന്നായിരുന്നു. ആ വാക്കിനെ തൽസ്ഥാനത്ത് നിന്ന് അവർ മാറ്റി ഭേദഗതി ചെയ്തു. എന്നിട്ട് അവരോട് പറയപ്പെട്ട വാക്കല്ലാത്ത മറ്റൊരു വാക്കാണ് ആ സ്ഥാനത്ത് അവർ കൊണ്ടുവന്നത്. എന്തെന്നറിയോ? ഹിന്ദത്തുൻ ഫി ശഈറത്തിൻ എന്നാ പറഞ്ഞത്. ഹിന്ദത്തുൻ, ഞങ്ങൾക്ക് നല്ല ഗോതമ്പ് തരണം. ഗോതമ്പ്. ഹിത്തത്ത് എന്ന് പറയാൻ പറഞ്ഞു കൊടുത്ത് അവർ പറഞ്ഞത് ഹിന്ദത്തുൻ, ഞങ്ങൾക്ക് ഗോതമ്പ് തരണം. ഇത്ര വികൃതി ഉള്ളവരായിരുന്നു ഈ ബനൂ ഇസ്രായേൽ. ഇങ്ങനെ ചെയ്തപ്പോൾ അലല്ലദീന ളലമു, അക്രമകാരികളായ വിഭാഗത്തിന്റെ മേൽ നാം ആകുന്ന അള്ളാഹു ഇറക്കി
രിജിസൻ നാശത്തെ ഇറക്കി മിനസ്സമായി ആകാശത്തിൽ നിന്ന്. അള്ളാഹു അവരുടെ മേൽ പ്ലേഗ് രോഗം, താഴ്വൻ എന്ന രോഗമാണ് ഇറക്കിയത്. വളരെയേറെ ബുദ്ധിമുട്ടി നിരവധി ആളുകൾ അതിനെ തുടർന്ന് മരണമടയുകയുണ്ടായി. അത്ര വലിയ തെറ്റല്ലേ ഇവർ ചെയ്യുന്നത്? ബിമാ കാനു യഫ്സുഖൂന, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തെറ്റ് കാരണങ്ങളിൽ നിന്ന് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞ സ്ഥലത്തൊന്നും ഒതുങ്ങി നിൽക്കാതെ എല്ലാ വളയവും ലംഘിച്ചുകൊണ്ട് തെറ്റിലേക്ക് ചാടുന്ന സ്വഭാവക്കാരാണ് ഇവർ. അതുകൊണ്ട് തന്നെ അവർക്ക് നാം കടുത്ത ശിക്ഷ ആകാശത്തിൽ നിറക്കി, ത്വാഉൻ എന്ന രോഗമിറക്കിയിട്ട് അനവധി ആളുകളെ നശിപ്പിച്ചു. മറ്റൊരു സംഭവം കേൾക്കണോ? തീഹ് എന്ന നാട്ടിൽ ഇവർ താമസിക്കുന്ന സമയത്ത് വെള്ളത്തിന് വളരെയേറെ ബുദ്ധിമുട്ടി. പരീക്ഷണങ്ങൾ പല രൂപത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിന് ദാഹിച്ച അവശരായ അവർ മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളം ആവശ്യപ്പെട്ടു. ആ സംഭവം എന്ന് പറയാം. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَشْرَبَهُمْ كُلُوا وَاشْرَبُوا مِنْ رِزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. وَإِذِ اسْتَسْقَى مُوسَى, മൂസാ നബി അലൈഹിസ്സലാം വെള്ളത്തിന് ആവശ്യപ്പെട്ടു. ഖൗമിഹി, തന്റെ ജനതയായ ബനു ഇസ്രായേലിന് വേണ്ടിയിട്ട്. അങ്ങനെ അള്ളാഹുവോട് വെള്ളമില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു, എന്റെ ജനത ബുദ്ധിമുട്ടുന്നു എന്ന് അള്ളാഹുവിനോട് അപേക്ഷിച്ചപ്പോൾ അള്ളാഹു അതിന്റെ പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത് പറയുന്നു. ഫഖുൽന, നാം പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, ഇളരിബ് ബി അസാക്ക, നിങ്ങളുടെ വടികൊണ്ട്, ഇളരിബ് ബി അസാക്ക, നിങ്ങളുടെ വടികൊണ്ട് നിങ്ങൾ അടിക്കൂ, അൽ ഹജറ, ആ കല്ലിൽ, ആ നിശ്ചിതമായ കല്ലിൽ അടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ആ കല്ലിൽ അടിച്ചപ്പോൾ ഫംഫജറത്ത്, അതിനെ തുടർന്ന് അനുബന്ധമായിട്ട് മിൻഹു, ആ കല്ലിൽ നിന്ന് ഇസ്രത്ത അശറത്ത് ഐനൻ, 11 അരുവികൾ, 12 അരുവികൾ രൂപപ്പെട്ടു. 12 വംശജരായിരുന്നു, ഗോത്രങ്ങളായിരുന്നു ഈ ബനു ഇസ്രായേൽ. ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ ഓരോ തടാകം, ഓരോ നദി എന്ന നിലയ്ക്ക് 12 നദികൾ പ്രത്യക്ഷപ്പെട്ടു, അതിൽ നിന്ന് പൊട്ടിയൊഴുകി. മാത്രമല്ല ഖദ് അലിമ കുല്ലു ഉനാസിൻ മിൻഹും, അവരിൽപ്പെട്ട ഖദ് അലിമ കുല്ലു ഉനാസിൻ, അവരിൽപ്പെട്ട ഓരോരുത്തരും അറിഞ്ഞു, മശ്രബഹും, അവരവർ എവിടെ നിന്ന് വെള്ളമെടുക്കണം, കുടിക്കണം എന്ന് അറിയുകയും ചെയ്തു. ഇപ്പൊ യാതൊരു തിക്കും തിരക്കും ബഹളവും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, കുലു, നിങ്ങൾ ഭക്ഷിക്കൂ, വഷ്റബു, നിങ്ങൾ കുടിക്കുകയും ചെയ്യൂ, മിൻ റിസ്ഖില്ലാഹി, കുടിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാകുന്നു, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന റിസ്ഖാണത് എന്നല്ലാതെ ഇത് ഉള്ളിലേക്ക് ചെന്നാൽ പിന്നെ നന്ദികേടാകരുത് നിങ്ങളിൽ നിന്ന് വരുന്നത്. വലാ തഅസൗ ഫിൽ അർളി, ഭൂമി ലോകത്ത് നിങ്ങൾ നടക്കരുത്, മുഫ്സിദീന, നാശകാരികളായിട്ട് നടക്കരുത്. ഭക്ഷണം ചെന്നാലുണ്ട് ഒരു നാശം പ്രവർത്തിക്കാനുള്ള മനസ്സ് വരല്, അത് നന്ദികേടാണ്, അത് ഒരിക്കലും ചെയ്യരുത് എന്ന് നാം അവരോട് പറയുകയും ചെയ്തു. ഇങ്ങനെ അവർക്ക് ഭക്ഷണം നൽകി, പല രംഗത്തും പല വിധത്തിലുള്ള നിഅമത്തുകളും നൽകിയിട്ടുണ്ട്. ഇവർക്ക് നേരത്തെ കാടമാംസവും അതുപോലെ കട്ടിത്തേനും നൽകിയിരുന്ന നിഅമത്ത് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയപ്പോൾ അവരവിടെയും നന്ദികേടാണ് ചെയ്തത്. യാതൊരു വിഷമവും ഇല്ലാതെ ഓരോ ദിവസവും അവരുടെ ആവശ്യാനുസരണം ഭക്ഷണം അള്ളാഹു ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അത് എടുത്തു വെക്കേണ്ട ഒരു ആവശ്യമില്ല, എടുത്തു വെക്കരുത് എന്ന് അള്ളാഹുവിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അതിന് നന്ദികേട് കാണിച്ചവരാണ് ഇവർ. അവരെ പറ്റി പറയട്ടെ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله
ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون وإذ قلتم നിങ്ങൾ ഓ ഇസ്രായേലികളെ ബനു ഇസ്രായേലികളെ നിങ്ങൾ പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്, ഓർത്തു നോക്കൂ. നിങ്ങളുടെ നന്ദികേടിന്റെ ഒരു ഉദാഹരണം. യാ മൂസ, ഓ മൂസ നബിയെ, പറഞ്ഞത് നിങ്ങളുടെ മുൻഗാമികളായ പിതാക്കളാണ്. എന്താ പറഞ്ഞത്? ലൻ നസ്ബിറ അലാ ത്വആമിൻ വാഹിദ്, ഞങ്ങൾക്ക് നിങ്ങളെ നൽകുന്ന ഒരേ ഒരു ഭക്ഷണം ഉണ്ടല്ലോ, അത് കഴിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് ക്ഷമയില്ല. എന്നും ഈ കാടമാംസവും കട്ടിത്തേനും ഈ ഭക്ഷണം, ഇതാണ് ഒരു ഭക്ഷണം, ഒരു ജോഡി ഭക്ഷണമാണത്. ഭക്ഷണവും അതിന്റെ കറി കൂട്ടാനുമാണ്. അതിന്റെ മേലെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഫദ്ഉലന, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. റബ്ബക്ക, നിങ്ങളുടെ റബ്ബിനോട്. യുഖ്രിജ് ലന, എന്നാൽ ഞങ്ങൾക്ക് അവൻ പുറപ്പെടുവിച്ചു തരും. മിമ്മ തുമ്പിത്തുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന ധാന്യങ്ങളിൽ നിന്ന്. അത് മിൻ ബഖലിഹ, അതിന്റെ പച്ചക്കറികൾ വേണം, ചീരകൾ വേണം. വ ഖിസായിഹ, അതിലെ കക്കരിക്കകൾ വേണം. വ ഫൂമിഹ, അതിലെ ഗോതമ്പ് വേണം. വ അദസിഹ, പയറ് വേണം. വ ബസരിഹ, അതിലെ ഉള്ളി വേണം. ഇങ്ങനെ പച്ചക്കറികളുടെ വിവിധ ഇനങ്ങൾ ഞങ്ങൾക്ക് വേണം എന്നല്ലാതെ ഈ നൽകപ്പെടുന്ന ഒരേ ഒരു ഭക്ഷണം എന്നും അത് ഞങ്ങൾക്ക് മടുപ്പാണ്, ഞങ്ങൾ അതിന് ക്ഷമിക്കുകയില്ല. ഖാല, അല്ലാഹു തആല ചോദിച്ചു, എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാം മുഖേന, അത്തസ്തബ്ദിലൂന, അതല്ല കൂട്ടരെ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നുവോ, അല്ലദീ ഹുവ, അതിന വളരെ താഴ്ന്നതിനെ, ബില്ലദീ ഹുവ ഖൈർ, ഏറ്റവും ഗുണകരമായതാണ് നിങ്ങൾക്കിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിന്ന് നൽകപ്പെടുന്ന ഭക്ഷണം മികച്ച ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന് പകരത്തിൽ ഈ താഴ്ന്ന ഭക്ഷണമാണോ, ഈ ഉള്ളിയും അതുപോലെ തന്നെ ചീരയും ഒക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇത് എത്രമാത്രം താഴ്ചയാണ്. അതുകൊണ്ട് ഇത് തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇഹ്ബിത്തു മിസ്രൻ, നിങ്ങൾ മിസ്റിലേക്ക് ഇറങ്ങൂ. മിസ്ർ എന്ന് പറഞ്ഞാല് പട്ടണത്തിലേക്ക് ഇറങ്ങൂ. ഈ കറിയയിൽ നിന്ന് മിസ്റിലേക്ക് ഇറങ്ങൂ. മിസ്രം മിനൽ അംസാർ. ഫഇന്നലക്കും, നിങ്ങൾക്ക് അവിടെ മാ സഅൽതു, നിങ്ങൾ ചോദിച്ചതൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ഭക്ഷിക്കാം. വളുരിബത്ത് അലൈഹിം, അവരുടെ മേലെ അടിക്കപ്പെട്ടു അദില്ലത്തു, നിന്ദ്യതയെ, വൽ മസ്കനത്തു, ദാരിദ്ര്യത്തെയും. അവരാര് നോക്കിയാലും, അവരുടെ മുഖത്ത് നോക്കിയാൽ, അവരിലേക്ക് നോക്കിയാൽ സീലടിക്കപ്പെട്ടതുപോലെ അവരുടെ ദാരിദ്ര്യവും പ്രകടമാണ്, അവരുടെ നിന്ദ്യതയും വ്യക്തമാണ്. ആ രൂപത്തിലായി ഉണ്ടെന്ന് മാത്രമല്ല, അത് ഉണ്ടെന്ന് ആർക്കും തിരിയുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വളുരിബത്ത് അലൈഹിം അദില്ലത്തു വബാഉ, അവർ മടങ്ങുകയും ചെയ്തു. ബിഗളബിൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള കോപത്തോടുകൂടെ. അള്ളാഹു ഇവർക്ക് ഓരോ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുക, ആ അനുഗ്രഹത്തിന് നേരെ എതിരായിട്ട് അവർ പ്രവർത്തിക്കുക, പറയുക, ആവശ്യപ്പെടുക. ഇങ്ങനെയുള്ള ജനതയെ അള്ളാഹു തആല കോപത്തിന് അർഹരാക്കി. വബാഉ, അവർ മടങ്ങി. ബിഗളബിൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള കടുകടുത്ത കോപത്തോടുകൂടെ അവർ മടങ്ങി. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇത്രയും വലിയ കോപം അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ. ദാലിക, അതിന്റെ മൂലകാരണം, ബി അന്നഹും, തീർച്ചയായും അവർ, കാനു യക്ഫുറൂന ബി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ആയാത്ത് കൊണ്ട് നിഷേധികളായിരുന്നു അവർ. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ആയത്തുകളിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ട ഇവര്, അത് തന്നെ മൂസാ നബി ഓരോ സമയത്തും ഇവരെ കാര്യങ്ങളെ നോക്കി ഓരോ സമയത്തും ചെയ്തു കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ടും ഇവരതിന്റെ നിഷേധികളായി മാറുക എന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. അതവർ ചെയ്തിരുന്നു. ഇതാണ് അള്ളാഹുവിന്റെ കോപം അവർക്ക് ലഭിക്കാൻ കാരണം. മറ്റൊരു കാര്യം പറയട്ടെ, ആരും ചെയ്യാത്ത, കേട്ടാൽ ഒരുത്തരും സമ്മതിക്കാത്ത കാര്യം, വയഖ്തുലൂന നബിയ്യീന, അമ്പിയാക്കളെ വധിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്തവരാണ്. ജൂതന്മാരോടാ പറയുന്നത്. നിങ്ങളുടെ പിതാക്കൾ ചെയ്ത വളരെ ക്രൂരമായ കൃത്യങ്ങളിൽ കാണാം, അമ്പിയാക്കളെ സക്കരിയ നബി അലൈഹിസ്സലാമിനെയും യഹ്യാ നബി അലൈഹിസ്സലാമിനെ കൊല ചെയ്തവരാണ്. നിരപരാധികൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളിൽ ഒരിക്കലും പരാതികൾ ഉണ്ടാകില്ല. കൊല ചെയ്യാൻ അർഹതപ്പെട്ട ഒരൊറ്റ നബിയും ഉണ്ടാകില്ല. എന്നിട്ട് നബിമാരെ കൊന്നവരാണ് നിങ്ങൾ. ബിഗൈരിൽ ഹഖ്, യാതൊരുവിധ അവകാശവും കൂടാതെ. അവകാശം ഉണ്ടാവില്ല. അങ്ങനെ അമ്പിയാക്കളെ കൊന്ന നിങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കോപം അത് നിങ്ങൾക്ക് സംഭവിച്ചത്, അതോടുകൂടെ മടങ്ങേണ്ടി വന്നത്. ദാലിക, ഒന്നുകൂടി പറയട്ടെ, ഇതൊക്കെ ബിമ അസൗ, അവർ തെറ്റ് ചെയ്ത കാരണം കൊണ്ടാകുന്നു. വ കാനൂ യഅ്തദൂന, തെറ്റ് ചെയ്തെന്ന് മാത്രമല്ല, തെറ്റിന്റെ പരിധി ലംഘിച്ചവരാണ് അവർ. അതുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് കടുത്ത ഈ കോപം അവർക്ക് സംഭവിച്ചതും ആ കോപത്തിലായിട്ട് മടങ്ങേണ്ടി വരികയും ചെയ്തത്.
ബനു ഇസ്രായേലിൽ നേരത്തെ നടന്ന സംഭവമാണ്. അള്ളാഹു അവരുടെ തലമുറയായ റസൂലുള്ളാഹിയുടെ കാലത്ത് ജീവിക്കുന്ന ജൂതന്മാരോട് പറഞ്ഞത്. ഈ പറഞ്ഞത് എന്തിന് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, എന്നെ നിങ്ങൾക്ക് ഒരു നിലക്കും അവിശ്വസിക്കാൻ കഴിയില്ല, നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, വള്ളിപുള്ളി തെറ്റാതെ റസൂലുള്ളാഹി പറയണം. ഇത് പറയുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന അവർക്ക് റസൂലുള്ളാഹിയിൽ വിശ്വസിച്ചേ പറ്റൂ. മറ്റൊന്ന്, അവർ ചെയ്ത തെറ്റിനെ നിങ്ങൾ അംഗീകരിക്കുന്നവരാണ്. ആ പിതാക്കൾ ഞങ്ങളുടെ പിതാക്കളാണ്, അവർ ഞങ്ങളുടെ നല്ല മുൻഗാമികളാണെന്ന് അഭിമാനം കൊള്ളുന്നവരാണ് നിങ്ങൾ. ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള ഉണർത്തലുകളാണ് ഇതിലുള്ളത്. അർഹമുർ-റാഹിമായ അള്ളാഹു നല്ലതിനെ നല്ലതെന്ന് മനസ്സിലാക്കിയതിനെ പിന്തുടരാനും നിരർത്ഥകത്തെ ആ നിലക്ക് മനസ്സിലാക്കിയിട്ട് അതിനെ വർജിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.